ഈ അന്വേഷണം ശരിയാണെങ്കിൽ ഈ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ട പത്മകുമാർ ഷേഡിയായി നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയമായ ഒരു വർത്തമാനമെങ്കിലും നിങ്ങൾ പറയണം. ഒരാളിനെ പോലും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇവരെ 3 പേർ, ഒന്ന് ശ്രീ പത്മകുമാർ, മറ്റൊന്ന് ശ്രീ വാസു, മറ്റൊരാൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ശ്രീ വിജയകുമാർ, ഈ 3 ആളുകളും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി, ദേവസ്വം ബോർഡിന്റെ ഭാഗമായി അവിടെ ചുമതലയേറ്റ ആളുകളാണ്. ഈ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ, കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ ഇവരുടെ ഇൻവോൾവ്മെന്റ് എന്താണ്. ഒന്ന്, ഇവർക്കുണ്ടായിട്ടുള്ളത് നെഗ്ലിജൻസ് ആണോ? 2, ഇവർ ആരുമായിട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? മറ്റൊന്ന്, ഈ നടത്തിയിട്ടുള്ള മോഷണത്തിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തത ഉണ്ടാവുകയാണെങ്കിൽ, അതിനകത്ത് ഇവരുടെ പങ്ക് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഇവരെന്നല്ല ഒരാൾക്കും അതൊന്ന് അടിവരയിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പന്റെ മുതൽ കക്കുന്നതോ അല്ലെങ്കിൽ അതിൽ കണ്ണുവെക്കുന്നതോ CPM-ന്റെ ഭാഗത്തു നിന്ന് ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അങ്ങനെ ആരെങ്കിലും അത്തരത്തിലൊരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ പ്രസ്ഥാനത്തിനകത്ത് സ്ഥാനമുണ്ടാകില്ല എന്ന് മാത്രമാണ് CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ഒരു വരി കൂടെ, അതല്ലാതെ അന്വേഷണത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഞങ്ങളുടെ നേർക്ക് ആ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ നോട്ടം ഞങ്ങളുടെ മേൽക്ക് തിരിയുകയാണെങ്കിൽ ഈ അന്വേഷണ കമ്മീഷന്റെ മേലും ആ ഹൈക്കോടതി ജഡ്ജിമാരുടെ മേലും ചെളിവാരി എറിയുക എന്നുള്ളത് CPM-ന്റെ സമീപനമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയും സമുന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരും, ദേശീയ നേതാവായിട്ടുള്ള ശ്രീ KC വേണുഗോപാലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി നിർമ്മിക്കപ്പെട്ട ചിത്രമാണെന്നുള്ള അവകാശവാദമൊന്നും കോൺഗ്രസിനില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ ചിത്രം പുറത്തു വന്നതിന്റെ കാര്യകാരണ സഹിതം ഈ എൻക്വയറിയുടെ ഭാഗമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം തങ്ങളിലേക്ക് സംശയത്തിന്റെ മുൾമുന നീളുകയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇതിനെ ആകെ അടച്ചാക്ഷേപിക്കുന്ന സമീപനം അങ്ങേയറ്റം തെറ്റാണ്. നിങ്ങൾ ഇവിടെ പരിഭ്രാന്തിയിലാഴ്ത്താൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ്, വിശ്വാസി സമൂഹത്തെയാണ്. അവരോട് മാപ്പ് പറയാനും ഈ അന്വേഷണം ശരിയാം വിധത്തിലാണ് നടക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുമുള്ള ആർജവം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം കാണിക്കണം എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചാൽ